ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരു ചിത്രമാണ് പ്രേമം. അതിൻ്റെ വ്യാജ CD കേരളത്തിൽ ഇറങ്ങിയതോടുകൂടി തന്നെ വലിയ വിവാദങ്ങളും വന്നിരുന്നു. ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും ഒരു ന്യൂ ജനറേഷൻ സംവിധായകനുമായ അൻവർ റഷീദ് തന്നെയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. എന്തായിരുന്നു ഇതിൻ്റെ വ്യാജ CD, എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ഇപ്പോഴും സംശയിക്കുന്നത്? ന്യൂ ജനറേഷൻ ഡയറക്ടറല്ല, അത് ആദ്യം തിരുത്താം. പിന്നെ ഇതിൻ്റെ വ്യാജ CD പുറത്തു വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ സിനിമ ഇറങ്ങി ഒരാഴ്ചക്കകം ബാംഗ്ലൂർത്തെ സ്ട്രീറ്റിൽ നിന്നും പ്രേമത്തിൻ്റെ CD-കൾ കണ്ടെടുക്കുകയായിരുന്നു. അത് ഇതേ സെയിം സംഭവം തന്നെ ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങിയപ്പോഴത്തേക്കും സിനിമ ഇറങ്ങി ഒരാഴ്ചക്കകം ഈ സെയിം സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂരിലെ കോറമംഗല ഒരു സ്ട്രീറ്റിൽ നിന്നും ഇതിൻ്റെ CD-കൾ കിട്ടി. അന്ന് ഇത് നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ രഞ്ജിത് രജപുത്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന് നൽകുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഈ പറഞ്ഞ പോലെ സൈബർ സെല്ലിന് നൽകുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് 2 കൊല്ലമായിട്ടും അതിൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല, അതിനാരെയും കണ്ടുപിടിക്കുകയും ചെയ്തിട്ടില്ല. അപ്പം അതേ സാഹചര്യം തിരിച്ച് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇത് വളരെ വേഗത്തിലാണ് സ്പ്രെഡ് ചെയ്തത്. ഈ പുറത്ത് വന്നിരിക്കുന്ന ഇപ്പം ഈ സെൻസർ കോപ്പി എന്ന് പറഞ്ഞ് പുറത്ത് വന്നിരിക്കുന്ന ഒരു പ്രിന്റ് വളരെ വേഗത്തിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓരോ നിമിഷവും ഇത് ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്രൈമിനെ കുറച്ചുകൂടെ വേഗത്തിൽ ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത്. സംഘടനകളുടെ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അല്ല ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അൻവർ റഷീദ് സംഘടന എന്തുകൊണ്ട് വിട്ടതോ ഒന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ പൈറസിക്കെതിരെ എന്താണ് സംഭവിക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പോലീസുമായിട്ട് സംസാരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇന്നും എല്ലാം അവിടെ നിന്ന് ആന്റി പൈറസി സ്ക്വാഡ് DYSP വിളിക്കുന്നുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതെല്ലാം സംഘടനകളിൽ നിന്നാണ് രാജിവെച്ചത്? അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് മാത്രമാണോ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനും ഫെഫ്കയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്, രണ്ടിൽ നിന്നും. എന്തുകൊണ്ടാണ് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ലേ, ഇത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചത്? ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഞാനൊരു ടെക്നീഷ്യനാണ്. നിർമ്മാതാവിന് മുമ്പ് ഞാൻ ടെക്നീഷ്യനായിരുന്നു. ഈ സിനിമയുടെ പിറകിൽ ഒരു സംവിധായകനുണ്ട്, അൽഫോൺസ് പുത്രൻ. അദ്ദേഹത്തിന്റെയും കൂടി ആംഗിൾ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഇതിനിടയിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് B. ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും സംശയത്തിന്റെ നിഴലിലാക്കപ്പെടുന്നു. പല സംസാരങ്ങളും അത്തരത്തിലുണ്ടാകുന്നു അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ. ഞാൻ എന്തുകൊണ്ടാണ് മീഡിയയിൽ വരാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് പേരുടെ പേരുകൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പേര് എടുത്തിട്ടുള്ള പ്രിയദർശൻ സാറ്, പിന്നെ അതേപോലെ മോഹൻലാൽ തുടങ്ങിയ വളരെയധികം ആളുകളുടെ പേരുകൾ അനാവശ്യമായിട്ട് ഇതിൽ വലിച്ചിഴക്കപ്പെടുകയും ഡിസ്കഷൻ മാറി മറ്റൊരു രീതിയിലും പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം പേരുകൾ നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്തപ്പോൾ സെൻസർ കോപ്പി എന്ന് പറയുന്ന പ്രിന്റ് ആരുടെയൊക്കെ കൈവശം ഉണ്ടായിരുന്നോ, ഏതൊക്കെ ലേബിളുകൾ പോയിട്ടുണ്ടോ എന്നുള്ളത് തെളിവായിട്ട് നമ്മൾ പോലീസിന് പറയേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്കി പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിശബ്ദത പാലിച്ചിരിക്കുന്നത്. അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അനാവശ്യമായിട്ട് മറ്റാരുടെയും പേര് ഇതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക, അനാവശ്യമായ ഡിസ്കഷനിൽ കൂടി ഇവരുടെ പേര് ചീത്തയാക്കാതിരിക്കുക, അവരുടെ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അനുവൃത ആരുടെ എല്ലാം സ്ഥാപനങ്ങളിൽ ഇത് പോയിരുന്നു? ഇത് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്ത് വിസ്മയ മാക്സിൽ നമ്മളൊരു ചെറിയ കറക്ഷൻ വർക്കിന് വേണ്ടി അവിടെ കൊണ്ടുപോയിരുന്നു. ഈ പറഞ്ഞ പോലെ സൗണ്ട് ഡിസൈനിന് വേണ്ടിയിട്ട് 4 ഫ്രെയിംസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണെന്നൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത്തരം ഏരിയകളിൽ കൂടെയൊക്കെ ഇത് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ചിലപ്പോൾ ഏതെങ്കിലും ഒരു വികൃതിയായിരിക്കാം ചിലപ്പം ഈ പടം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട്. അതൊന്നും നമ്മൾ കണ്ടുപിടിക്കാത്തടത്തോളം സാഹചര്യങ്ങളിൽ ഇവരുടെ ആരുടെയും പേര് ദയവ് ചെയ്ത് വലിച്ചിഴക്കാതിരിക്കുക. ആരായിരിക്കും, എവിടെ നിന്നായിരിക്കും പോയിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലുള്ള സംശയം? ഒരു സംശയവും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെയും പേരിൽ. കാര്യം കുറ്റം ആരാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെടാതെ അനാവശ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഇതിലും ഒരു വലിയ സാമ്പത്തിക വിജയം നേടേണ്ട ഒരു ചിത്രമായിരുന്നു പ്രേമം. ഇതിലും സാമ്പത്തിക വിജയം നേടേണ്ട സിനിമ തന്നെയായിരുന്നു പ്രേമം. ഇപ്പൊ പോകുന്നതിനേക്കാൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പൈറസി ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു ഡിമുണ്ട് സിനിമയ്ക്ക്. അത് സ്വാഭാവികമായിട്ടും സിനിമയ്ക്ക് കൂടുതലും ഉണ്ടായിരുന്ന റിപ്പീറ്റഡ് ഓഡിയൻസ് ആണ്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നത്. അവർ 2-3 പ്രാവശ്യമൊക്കെ ഈ സിനിമ കാണാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് തമ്പിൽ കിട്ടിയാലും പെൻഡ്രൈവിൽ കിട്ടിയാലും ഒക്കെ ഇവർ അത് കണ്ട് രസിക്കും. അപ്പം അങ്ങനെ ഒരു ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക്, അത് വാസ്തവമാണ്. പക്ഷെ സിനിമ ഒരിക്കലും ഈ വിചാരിക്കുന്ന പോലെ അതിഭീകരമായ പരാജയത്തിലോട്ട് പോകുന്ന സംഭവമൊന്നുമില്ല. കാര്യം ഓൾറെഡി സിനിമ ലാഭത്തിൽ തന്നെയാണ്. ഇപ്പോൾ പുതിയ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നു. അതിൽ ആദ്യ ചിത്രത്തിലെ തള്ളെ കലിപ്പ് തീരണില്ലല്ലോ, അത് തന്നെയാണോ മാനസികാവസ്ഥയിൽ? അത് തന്നെയായിരുന്നു. ഇപ്പം കാര്യങ്ങളൊക്കെ അതിന് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്.
ഒരുപക്ഷെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ആദ്യം മുതലേ തന്നെ ഞങ്ങൾ അൻവർ റഷീദിനെ സഹായിച്ചു. ഉണ്ണികൃഷ്ണനും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ സുരേഷ് കുമാർ, രാകേഷ് ഏട്ടൻ ഇവരെല്ലാവരും ഒക്കെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടി കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്റെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ അതൊരു ഈ പറഞ്ഞ പോലെയാണ്, ഇത് മുൻപ് വന്നിട്ടുള്ള ഒരു പൈറസി കേസ് പോലെ ഇതിനെ കാണരുത്. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. മുമ്പ് വന്നിരുന്നതെല്ലാം ഒരു 50 ദിവസം കഴിയുമ്പോൾ വന്നിരുന്നു. ഇത് അങ്ങനെയല്ല, സെക്കൻഡ് വീക്കിലാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് വീക്ക് സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പൈറേറ്റഡ് CD വരികയും അത് വളരെ വേഗത്തിൽ ഓൺലൈനിലെല്ലാം സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇതിനൊരു അപ്പൊ അത് നമ്മുടെ ഇവരെല്ലാവരും നമ്മളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും ഇതിന്റെ പോക്ക് കുറച്ച് മന്ദഗതിയിലാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയല്ല ഇത് സംഭവിക്കണം തോന്നില്ലാണ് ഞാൻ ഈ സംഘടനകൾ വിട്ടുപോകുന്നത്. പക്ഷേ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ ലിബർട്ടി ബഷീർ അടക്കം പറഞ്ഞിട്ടുണ്ട് തിയേറ്ററുകളിൽ ആള് കുറഞ്ഞിരിക്കുന്നു. എന്താണ് ഇത്തരം ഒരു ഇതുമായിട്ട് പറയാൻ നേരത്ത് പറയാനുള്ളത്? ലിബർട്ടി ബഷീർ അടക്കമുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത്, സിനിമാ ബന്ധം അടക്കം അവർ നടത്തുമെന്നും പറയുന്നു. ഇത്തരം പൈറസി അത്രയും വലിയ കാര്യങ്ങളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതിനെയൊക്കെ കുറച്ച് മൈൽഡായിട്ട് എടുത്ത് കാര്യം ഇതൊരു സൗഹൃദാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഈ സംഭവത്തിൽ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇത് അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം സംഘടനകൾ ഒരു തീരുമാനം എടുക്കേണ്ട, അത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച് അതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ഇത് ഡിസ്കസ് ചെയ്യാവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. ഒരുപക്ഷെ ഇതിന്റെ സാമ്പത്തിക വിജയം കണ്ട് അതിൽ അസൂയ പൂണ്ട ആരെങ്കിലും ആയിരിക്കുമോ ഇതിന് പുറകിൽ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള യാതൊരു വിശ്വാസമൊന്നുമില്ല. അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കുറേ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഞാൻ കണ്ടില്ല. ട്രിവാൻഡ്രം ലോബി, കൊച്ചി ലോബി, പെട്ടെന്ന് പൈസ ഉണ്ടായപ്പോൾ അതൊന്നും ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാവരും പരസ്പരം അറിയുന്ന ആളുകളാണ്. ചില വ്യക്തികൾ പരസ്പര വൈരാഗ്യത്തിന് വേണ്ടി ഇപ്പോൾ അൻവർ റഷീദിനെ ഇരയാക്കുന്നു എന്ന് പറഞ്ഞാലോ? അതൊന്നും ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പൊ പ്രേക്ഷകരോടായിട്ട് എന്താണ് ഏറ്റവും ഒടുവിൽ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ സിനിമകളെ ഏറ്റവും കൂടുതൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന യൂത്താണ്. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഈ പൈറേറ്റഡ് ആയിട്ടുള്ള ഈ വേർഷൻ സ്പ്രെഡ് ചെയ്യുന്നതും ഈ കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു 15-16 വയസ്സ് തൊട്ട് 10-21 വയസ്സ് വരെയുള്ള പിള്ളേരാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിന്റെ ഒരു ക്രൈമിന്റെ വലിപ്പം, അല്ലെങ്കിൽ ഇത് എഫക്റ്റഡ് ആവുന്ന ആളുകൾ, അവരുടെ പെയിൻ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അവർ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരിപ്പോൾ പേടിച്ചിരിക്കും. അവരൊന്നെ നമ്മൾ നമ്മളെ പിടിക്കുന്നു, ഇതല്ലല്ലോ വേണ്ടത്, കണ്ട ആളുകളല്ലോ, നിങ്ങളിത് ഇറക്കിയ ആളുകളെ പിടിക്കും. അവരുടെ ചോദ്യം ന്യായമാണ്, അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരല്ല. പക്ഷെ അവരിലും ഈ പറഞ്ഞ പോലെ ഒരു അവയർനെസ് ഉണ്ടാവണം. നിങ്ങൾ ചെയ്യുന്ന അത്ര ചെറിയ കാര്യമല്ല, ഇതിൽ കുറച്ച് ക്രൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ക്രൈം എന്ന് പറയുന്നത് എപ്പോഴും ക്രൈം തന്നെയാണ്. ഇത് കാണുന്നത് നാളെ ഇപ്പൊ ഈ കാണുന്ന പോലെ ഇത്രയും കാശ് ചെലവാക്കിയെടുത്ത സിനിമ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നാളെ നമ്മളൊക്കെ സെക്കൻഡ് വീക്ക് CD ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മുതൽ മുടക്കിൽ സിനിമ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ 1 കോടി രൂപയിൽ ബഡ്ജറ്റിൽ താഴെയുള്ള സിനിമ എടുക്കുന്നത്. അപ്പം നമ്മൾ 1 കോടി രൂപയിൽ താഴെയുള്ള ബഡ്ജറ്റ് സിനിമ എടുക്കുമ്പോൾ ഇവിടെ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെയായിരിക്കും അസംതൃപ്തി ഉണ്ടാവുന്നത്. അപ്പം അത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. സിനിമയുടെ മൊത്തം നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരും സഹകരിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും അൻവറിന്റെ നിയമ പോരാട്ടം വിജയിക്കട്ടെ എന്ന് തന്നെ പറയുന്നു. താങ്ക് യു.